പാഠം 358. ഒത്തുതീർപ്പുകൾ പലവിധം. മോഹനേട്ടാ, പത്രം വായന എവിടം വരെ എത്തി? പത്രം വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ. എന്താ നീ അങ്ങനെ ചോദിച്ചത്? വെറുതെ ചോദിച്ചതേ ഉള്ളൂ. സത്യത്തിൽ ഈ പത്രം ഇങ്ങനെ ഒരക്ഷരം വിടാതെ വായിക്കണമെങ്കിൽ അന്തമായിട്ട് ക്ഷമ വേണം അല്ലേ മോഹനേട്ടാ? വാർത്തകൾ അറിയാനാണല്ലോ നമ്മൾ പത്രം വായിക്കുന്നത്. വാർത്തകൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പത്രം വായന കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ഈ പത്രം ഒന്ന് ഓടിച്ചു നോക്കിയിരുന്നു. അതിന്റെ 3-ാമത്തെ പേജിൽ നടുവിലായി ഒരു വാർത്തയുണ്ട്. അത് കണ്ടിരുന്നോ? നീ ഈ പത്രം മുഴുവൻ കൈ കിട്ടിട്ടും ഈ ഒരു വാർത്ത മാത്രമേ നീ കണ്ടുള്ളൂ. ഭർത്താവ് തന്നെപ്പറ്റി അപവാദം പറഞ്ഞു എന്ന് ആരോപിച്ച് യുവതി ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചു. ഇതല്ലേ നീ ഉദ്ദേശിച്ച വാർത്ത? അതെ. നീ ഈ വാർത്ത കാണൂ. കാരണം നിങ്ങൾ വക്കീലന്മാർക്ക് കൊലപാതക ശ്രമം, കൊലപാതകം, മോഷണം തുടങ്ങിയ വാർത്തകളോടാണല്ലോ താല്പര്യം. ഏതെങ്കിലും ഒരാൾ ആരെങ്കിലുമൊക്കെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആണല്ലോ കേസുണ്ടാവുന്നത്. കേസുണ്ടാകുമ്പോഴാണല്ലോ വക്കീലന്മാർക്ക് ജോലി ഉണ്ടാവുന്നത്. അപ്പോ ഇത് മാത്രം വായിച്ചാൽ മതി. ഇനി നിനക്ക് ചെയ്യാവുന്നത് ഈ പോലീസ് കേസ് എവിടെയാണെന്ന് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് ഈ സ്ത്രീയുടെ വക്കാലത്ത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് വേണം. കാരണം നിന്നെ പോലുള്ള വേറെ വക്കീലന്മാർ രാവിലെ പത്രം വായിച്ച പാടെ ആ സ്ത്രീയെ കാണാൻ പോയിട്ടുണ്ടാവും. ഇതേ പത്രത്തിന്റെ ഇതേ പേജിൽ ഇങ്ങനൊരു വാർത്ത ഇനിയും വരുമോ എന്നുള്ളതാണ് എന്റെ സംശയം. ഒരു വാർത്ത എന്തിനാ 2 പ്രാവശ്യം കൊടുക്കുന്നത്? ആ വാർത്തയിലെ സ്ത്രീയുടെ സ്ഥാനത്ത് ഞാനും അതിലെ ഭർത്താവിന്റെ സ്ഥാനത്ത് മോഹനേട്ടനുമാണെങ്കിൽ വാർത്ത പുതിയതാവുമല്ലോ. ഭാര്യയെ പറ്റി അപവാദം പറഞ്ഞ ഭർത്താവിനെ ഭാര്യ കൊല്ലാൻ ശ്രമിച്ചു എന്നാണല്ലോ വാർത്ത. ഇന്നലെ പുഷ്കരനോട് മോഹനേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പുഷ്കരനോടോ? ഏത് പുഷ്കരൻ? അയ്യോ, വന്ന് മോഹനോഷ സാറ് പുഷ്കരനെ മറന്നുപോയി. ഇന്നലെ രാവിലെ ആഫീസിലേക്ക് പോകുന്ന വഴിക്ക് മോഹനേട്ടൻ ബേക്കറി നടത്തുന്ന പുഷ്കരനെ കണ്ടോ? ഇന്നലെയോ? എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു ദിവസം എത്ര പേരെയാ കാണുന്നത്. പക്ഷേ പുഷ്കരന് നല്ല ഓർമ്മയുണ്ട്. രാവിലെ വഴി വെച്ച് മോഹനേട്ടൻ പുഷ്കരനെ കണ്ടു. ഇവിടെ നിന്ന് എന്നോട് വഴക്കുണ്ടാക്കി ഇറങ്ങിയതിന്റെ വാശിയിൽ മോഹനേട്ടൻ പുഷ്കരനോട് ഒരാവശ്യവും ഇല്ലാതെ എന്നെ പറ്റി കുറ്റം പറഞ്ഞു. ഞാനോ? വിലാപിസറേ, വെറുതെ ഉരുണ്ട് കളിക്കല്ലേ. ഇന്നലെ രാവിലെ കഴിക്കാനുണ്ടാക്കിയത് ദോശയാണെന്ന് പറഞ്ഞ് ആദ്യം മോഹനേട്ടൻ ഇവിടെ വെച്ച് വഴക്കുണ്ടാക്കി. അതോർമ്മയുണ്ടല്ലോ. ഞാൻ റെഡിയായി. നീ കഴിക്കാൻ എടുത്ത് നോക്കി. ഓഫീസിൽ ചെന്നിട്ട് അവിടുന്ന് 10:30 താലൂക്ക് ഓഫീസിൽ പോകാനുള്ളതാ. മോഹനേട്ടൻ ഇങ്ങനെ ബഹളം വെക്കുന്ന എന്തിന്? ഞാൻ ചെയ്യാനുള്ളതല്ല സമയത്ത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി മോഹനേട്ടൻ അടുക്കളയിലേക്ക് വന്നാൽ ഞാൻ വിളമ്പി തരാം. എന്താ കഴിക്കാൻ? ദോശ. ദോശയോ? എന്റെ ഈശ്വര, ദോശ എന്ന് കേൾക്കും ഇങ്ങനെ ഞെട്ടാൻ എന്താ ഉള്ളത്? കഴിക്കാൻ എന്താണെന്ന് ചോദിക്കുമ്പോ അണുബോംബാണെന്ന് പറഞ്ഞാൽ പോലും സാധാരണ മനുഷ്യരിങ്ങനെ ഞെട്ടാറില്ല. ഇന്നലെ എന്തായിരുന്നു കഴിക്കാൻ? ദോശ. ഈ ദോശ അല്ലാതെ വേറൊന്നും ഉണ്ടാക്കാൻ നിനക്ക് അറിയില്ലേ? ഓരോ ദിവസവും അന്നത്തെ സൗകര്യങ്ങൾ അനുസരിച്ചല്ലേ മോഹനേട്ടൻ ഓരോന്നും ഉണ്ടാക്കുന്നത്. ഇന്ന് ദോശ ഉണ്ടാക്കാനായിരുന്നു സൗകര്യം, അതുകൊണ്ട് ദോശ ഉണ്ടാക്കി. പക്ഷെ ഇത് കഴിക്കുന്നത് മനുഷ്യനാണ്. എല്ലാ ദിവസവും രാവിലെ ദോശ തന്നെയാണ് കഴിക്കുന്നെങ്കിൽ മനുഷ്യൻ ഭക്ഷണം വെറുത്തുവല്ലോ. ഒരു ദിവസം ദോശ ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം ഇഡ്ഡലിയോ, അത് കഴിഞ്ഞ് പുട്ടോ, പിറ്റേ ദിവസം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാമല്ലോ. ഇത് ഹോട്ടലല്ല, വീടാണ്. ഇവിടെ ഉണ്ടാക്കുന്നയാളുടെ സൗകര്യമാണ് പ്രധാനം. അത് കഴിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? വേണ്ട, പോകുന്ന വഴിക്ക് കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് കഴിക്കാലോ. അവിടെയാവുമ്പോ കഴിക്കാൻ എന്താ കൃഷ്ണൻകുട്ടി എന്ന് ചോദിക്കുമ്പോ കൃഷ്ണൻകുട്ടി പറയും ദോശ, ഇഡ്ഡലി, പുട്ട് എന്നൊക്കെ. അപ്പൊ ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കാലോ, കയ്യിൽ കാശുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ അത് പറ്റില്ല. കാരണം എന്റെ അടുക്കള സർവീസ് ഫ്രീ ആണ്. അപ്പൊ എന്റെ സൗകര്യമേ നടക്കൂ. മോഹനേട്ടൻ വന്നാൽ കഴിക്കാൻ എടുത്തു തരാം. വേണ്ട, ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായ കിടന്ന് കഴിച്ചോളാം. എന്റെ കയ്യിൽ കുറച്ച് കാശ് ചിലവായാലും വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാലോ. കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നല്ല തുമ്പപ്പ് പോലെ ഇഡ്ഡലി കിട്ടും. നീ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. നിനക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയില്ല. പറയുമ്പോ വലിയ വയ്ക്കുമല്ല, ഇഡ്ഡലി ഉണ്ടാക്കാൻ പോലും അറിയില്ല.
ലോ കോളേജിലെ ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കാനല്ല പഠിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയും IPC-യോ. ഇല്ല, വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീക്ക് വേണ്ട ആദ്യത്തെ ഗുണം. ഭക്ഷണം കഴിക്കുന്ന സ്ത്രീ മാത്രമല്ലല്ലോ, 3 നേരം വിട്ടുപിടിക്കുന്ന ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ മനസ്സില്ല. ഓ വേണ്ട, ഞാൻ ഇറങ്ങുന്നു. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോയ മോഹനേട്ടൻ വഴിക്ക് വെച്ച് പുഷ്കരനെ കണ്ടു. വെറുതെ കുശലാന്വേഷണം നടത്താമെന്ന പുഷ്കരനോട് മോഹനേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. അയ്യോ, മോഹനേട്ടൻ പറഞ്ഞതൊക്കെ ഒരക്ഷരം പോലും വിടാതെ പുഷ്കരൻ എന്നോട് പറഞ്ഞു. നമസ്കാരം സർ, ആഫീസിലേക്കായിരിക്കും. അല്ല, ഞാൻ ചന്തയ്ക്ക് പോവാ. പുഷ്കര, ഇത്തരം അനാവശ്യ ചോദ്യങ്ങൾ വേണ്ട. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഈ നേരത്ത് ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത് ആഫീസിലേക്കാണെന്ന് പുഷ്കരൻ അറിയാം, ഇല്ലേ? അറിയാം. അപ്പൊ പിന്നെ എന്തിനാ ഓരോ ദിവസം കാണുമ്പോ സാർ ആഫീസിലേക്കാണോ എന്ന് ചോദിക്കുന്നത്? നല്ല ചൂടിലാണല്ലോ സാറ്. എന്തു പറ്റി? വക്കീലോട്ട് വഴക്കുമല്ലോ ഉണ്ടായോ? പുഷ്കരൻ ഉദ്ദേശിച്ച വക്കീല് എന്റെ ഭാര്യ സത്യഭാമ ആയിരിക്കുമല്ലോ, അല്ലേ? ഞാനും എന്റെ ഭാര്യ സത്യഭാമയും തമ്മിൽ ചിലപ്പോൾ വഴക്കുണ്ടാവും, ചിലപ്പോൾ വഴക്കുണ്ടാവില്ല. അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബ പ്രശ്നം മാത്രമാണ്. അതിൽ പുഷ്കരൻ ഇടപെടണ്ട. പുഷ്കര, ഇവിടെ വരൂ. പുഷ്കരന്റെ ഭാര്യയ്ക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയാമോ? അറിയാം സർ. എന്തു പറ്റി? സാർ രാവിലെ കാപ്പി കുടിച്ചില്ലേ? ഈ ദേഷ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാർ വന്നാട്ടെ. എന്റെ വീട്ടില് നല്ല 1-ാം തരം ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. കഷ്ടം, എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് ഭക്ഷണം തരാനല്ല ഞാൻ പുഷ്കരനോട് ചോദിച്ചത്. ഇന്ന് ദോശ. ഇന്നലെ എന്തായിരുന്നു രാവിലത്തെ ഭക്ഷണം പുഷ്കരന്റെ വീട്ടിൽ? ഇന്നലെ രാവിലെ ഉപ്പുമാവ്. അങ്ങനെ വേണം സ്ത്രീകളായാൽ. ഓരോ ദിവസവും രാവിലെ ഓരോ തരം ഭക്ഷണം ഉണ്ടാക്കണം വീട്ടിൽ. രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന ഭർത്താവിന് വയറ് നിറയെ അയാൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു സ്ത്രീ ഉത്തമയായ കുടുംബിനിയാകുന്നുള്ളൂ. ഭാമയ്ക്ക് ദോശയല്ലാതെ വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. തിങ്കളാഴ്ച ദോശയും സാമ്പാറും, ചൊവ്വാഴ്ച സാമ്പാറും ദോശയും, ബുധനാഴ്ച വീണ്ടും ദോശയും സാമ്പാറും, വ്യാഴാഴ്ച സാമ്പാറും ദോശയും. ഇങ്ങനെ ഒരാൾക്ക് എത്ര നാൾ കഴിക്കാൻ പറ്റും? ഞാനതുകൊണ്ട് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കൽ നിർത്തി. പുഷ്കരന്റെ ഭാഗ്യം. ഇന്നലെ ഉപ്പുമാവ്, ഇന്ന് ദോശ. അങ്ങനെ വേണം സ്ത്രീകൾ. ഇന്നലെ ഉണ്ടാക്കി ഉപ്പുമാവ് വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു സാറേ. അത് കഴിഞ്ഞപ്പോ ഞാൻ അവളോട് പറഞ്ഞു, മേലിൽ ഈ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്ന്. അതുകൊണ്ട് അവളിന്ന് ദോശ ഉണ്ടാക്കിയത്. കഷ്ടം. നാട്ടിലെ പെണ്ണുങ്ങൾക്ക് അടുക്കള ജോലിയോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ പോയാൽ ഈ നാടിന്റെ അവസ്ഥ എന്താവും? ഇതൊക്കെ പുഷ്കരന്റെ ഭാവനയോ അതോ മോഹനേട്ടൻ പറഞ്ഞതോ? എനിക്കറിയില്ല. അല്ലെങ്കിലും പുഷ്കരൻ പണ്ടേ ഇങ്ങനെ തന്നെ ആയിരുന്നു. ചുമ്മാ ഇല്ലാത്തായിരുന്നു പറഞ്ഞതായി. അവന്റെ വസ്തു പോക്കുവരവ് ചെയ്യാൻ വന്നിട്ട് ഞാൻ അവൻ പറഞ്ഞ സമയത്ത് ചെയ്തു കൊടുക്കാത്തതിന്റെ ദേഷ്യമാണത്. സത്യം പറയുന്നത് ആരാണെന്നും നുണ പറയുന്ന ആരാണെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഇതിനേക്കാട്ടിലും വലിയ കള്ളങ്ങൾ പറയുന്ന പെരും കള്ളന്മാരെ ദിവസവും കാണുന്ന ഒരു വക്കീലാണ് ഞാൻ. പുഷ്കരൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നും മോഹനേട്ടൻ എന്നെ പറ്റി എനിക്ക് ഒരു വസ്തു പോലും വെച്ചുണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതും എനിക്കറിയാം. ഇങ്ങനൊരു ഭർത്താവിനെയാ ആ ഭാര്യ ഓലക്കെടുത്ത് അടിച്ചത്. ഞാനെന്തായാലും ഓലക്കെടുത്ത് അടിക്കുന്നില്ല. വെറുതെ എന്റെ ആയുസ് ജയിലിൽ കളയുന്നതിന് പകരം ഞാനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചു. എനിക്കെന്തായാലും ഒന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ല എന്ന് മോഹനേട്ടൻ നാട്ടുകാരോട് പറഞ്ഞു. അപ്പൊ പിന്നെ ഇന്നു മുതൽ ഇവിടെ ഒന്നും വെച്ചുണ്ടാക്കുന്നില്ല. രാവിലെ ഭക്ഷണം വേണമെങ്കിൽ വേറെ വഴി അന്വേഷിച്ചോളണം. ഭർത്താവിന് രാവിലെ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു ഭാര്യയുടെ ജോലിയാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിലാണോ നീ ഭക്ഷണം ഉണ്ടാക്കണം തീരുമാനിച്ചത്? ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കുറവാണെങ്കിൽ അത് എന്നോട് പറയണം.
അതല്ലാതെ വഴിയെ പോയ പുഷ്കരനെ വിളിച്ചു നിർത്തി എന്നെ പറ്റി കുറ്റം പറഞ്ഞത് ശരിയായില്ല എന്ന് മാത്രമേ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ പുഷ്കരൻ അത് കാണുന്നവരോടൊക്കെ പറയും. ചുരുക്കത്തിൽ സത്യഭാമയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് നാട്ടുകാരെ മുഴുവൻ വിശ്വസിക്കും. അതും മോഹനേട്ടൻ പറഞ്ഞ്. അങ്ങനെ വരുമ്പോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഭക്ഷണം ഉണ്ടാക്കാതിരുന്നാൽ നീ എന്ത് കഴിക്കും? അയ്യോ അതാലോചിച്ച് എന്റെ മോഹനേട്ടൻ വിഷമിക്കണ്ട കേട്ടോ. 3 നേരം ഭക്ഷണം കഴിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇനിയും ഭക്ഷണം കഴിക്കാൻ എനിക്കറിയാം. അതായത് ഇവിടെ നീ നിനക്ക് മാത്രം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നു എന്ന്. അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ വീട്ടിൽ എനിക്ക് തരാതെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് എവിടത്തെ ന്യായം? ഞാൻ ഉണ്ടാക്കുന്നത് മോഹനേട്ടന് ഇഷ്ടമല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നീ ഉണ്ടാക്കി തരണം. ദോശ ഉണ്ടാക്കണം. ദോശ വേണ്ട. എനിക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഒരു വീടാണ്. ഞാനും നീയും ഭാര്യയും ഭർത്താവും. അപ്പോ ഒരാളുടെ ഇഷ്ടത്തിന് മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നത് എവിടത്തെ ന്യായം? ഇഡ്ഡലി ഉണ്ടാക്കാമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. അത് നടക്കില്ല. എന്നെ പറ്റി മോഹനേട്ടന്റെ വായിൽ തോന്നിയതൊക്കെ നാട്ടുകാരോട് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിഷ്ടമുള്ളതേ ഞാൻ ഉണ്ടാക്കുള്ളൂ. എന്റെ വീട്ടിൽ അത് നടക്കില്ല. ശരി, ഒന്നും ഉണ്ടാക്കണ്ട, പ്രശ്നം തീർന്നല്ലോ. മോഹനേട്ടൻ പറഞ്ഞതുപോലെ മോഹനേട്ടന്റെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ കയറുന്നില്ല, ഒന്നും ഉണ്ടാക്കുന്നുമില്ല. എനിക്ക് കഴിക്കാനുള്ളത് സംഘടിപ്പിക്കാൻ എനിക്ക് വേറെ വഴിയുണ്ട്. പിന്നെ മുന്നിൽ വന്നിരുന്ന് കഴിക്കുമ്പോ ഭമേ എനിക്കൂടെ എത്താ എന്ന് എന്നോട് പറയരുത്. പട്ടി പറയൂന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് മുതൽ ഞാൻ അടുക്കള കയറില്ല. പക്ഷേ 3 നേരം കൃത്യമായി ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അത് മോഹനേട്ടനെ മുന്നിൽ വെച്ച്. മോഹനേശ്വരൻ തോപ്പിക്കാൻ നോക്കല്ലേ? നടന്നു തന്നെ. ഹലോ ഉത്തമ, ഞാന് എന്ത് നോക്കിയില്ലേ? ഇവിടെ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് രാവിലത്തേക്ക് എന്തെങ്കിലും വാങ്ങണം. ഒന്ന് വാങ്ങിട്ട് വരാമോ? അതിനെന്താണ് നോക്കിയില്ലേ? എന്താണ് വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ദോശ മതി. ഒരു 8 ദോശയും സാമ്പാറും വേണം. ഞാന് ഒരു 15 മിനിറ്റിനുള്ള 8 ദോശ സാമ്പാറോട്ടങ്ങ് എത്തിക്കാം. ദോശ ഇല്ല എന്ന് പറഞ്ഞു വരരുത്. ദോശ മതി. ശരി. വില്ലേജ് ഓഫീസർക്ക് മനസ്സുണ്ടെങ്കിൽ ദോശ തിന്നാ മതി. ഒറ്റയ്ക്ക് തിന്നുന്ന മോശമാണല്ലോ എന്ന് ഓർത്ത് മാത്രമാ മോഹനേട്ടനോട് വാങ്ങുന്നത്. ഹലോ ഔത്തമനാണ്. എന്താണ് സാറേ? ഇവിടെ ഭാമ രാവിലെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണം. അല്ല സാറേ, അത് പിന്നെ വക്കീലേ, അവളുടെ സ്വഭാവം ഉത്തമൻ അറിയാമല്ലോ. ഒരാവശ്യമില്ലാതെ വഴക്കുണ്ടായിക്കളയും. കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നല്ല 1 ഇഡലി കിട്ടും. ഒരു 6 ഇഡലിയും ചമ്മന്തി വാങ്ങിച്ചോ. അല്ല സാറേ, ഞാനെന്ത് പറയട്ടെ? ഉത്തമന് വേറെ തിരക്കുണ്ടെന്നല്ലേ പറയാൻ വരുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ മതി. പെട്ടെന്ന് ഇഡലി വാങ്ങിയോടെ വാ. ഇഡലിയെ വാങ്ങാവൂ. ഹലോ സാറേ, അത് കൊള്ളാലോ. ഭാര്യയും ഭർത്താവും ഇന്ന് ദോശ ഇഡലിയും പറഞ്ഞാണ് മത്സരം. ഇതിലിപ്പോ ഞാൻ തോന്നിയ സാറേ സാറേ നമസ്കാരം സാറേ. നമസ്കാരം വക്കീലേ. ഭർത്താവിന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാത്ത ഭാര്യയെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? അതിലിപ്പോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല സാറേ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അഭിപ്രായം പറയാം. ആഴ്ചയിൽ 6 ദിവസം ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം മൂക്കുമുട്ട തിന്നിട്ട് 7-ാം ദിവസം ഭക്ഷണം ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നാട്ടിലിറങ്ങി കാണുന്നവരോടൊക്കെ ഭാര്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഭർത്താവിനെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ വക്കീലേ, കല്യാണം കഴിയാത്തത് കാരണം എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക ഒരു അഭിപ്രായം ഇല്ല. റഷ്യ ഉക്രൈനും തമ്മിലുള്ള പ്രശ്നത്തിലോ കോൺഗ്രസും BJP തമ്മിലുള്ള പ്രശ്നത്തിലോ എന്തിന് ദൈവവും ചെകുത്താനും തമ്മിലുള്ള പ്രശ്നത്തിൽ വരെ
ഞാൻ അഭിപ്രായം പറഞ്ഞോളയും. പക്ഷെ ഇത് നടക്കൂലേട്ടാ. ഇന്നലെ ദോശ ഉണ്ടാക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്ന് ദോശ കഴിക്കില്ല എന്ന് പറയുന്നത് ദുർവാശയായിട്ട് ഉത്തമന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാൻ ഇന്ന് ചപ്പാത്തിയാണ് കഴിച്ചത്. എനിക്ക് ദോശയുടെ കാര്യത്തിൽ വലിയ പിടുത്തമില്ല. ആഴ്ചയിൽ 7 ദിവസവും ദോശ മാത്രം ഉണ്ടാക്കി തരുന്നൊരു ഭാര്യ ഉത്തമനുണ്ടായാൽ ഉത്തമൻ എന്ത് ചെയ്യും? സാറേ, ഞാനൊരു കല്യാണം കഴിക്കാൻ വേണ്ടി കഴിഞ്ഞ 3 വർഷമായിട്ട് ഇങ്ങനെ മെനക്കെട്ട് നടക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ എന്നെ ഇഷ്ടപ്പെടൂല. ഇനിയിപ്പോ എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിന് എന്നെ ഇഷ്ടപ്പെട്ടാൽ അവള് ദോശയല്ല ദാണ്ട എലിവിഷം തന്നാലും ഞാൻ കഴിക്കാൻ തയ്യാറാണ് സാറേ. കല്യാണം കഴിച്ചാലല്ലേ സാറേ ഭാര്യയായിട്ട് ഉടക്കൊണ്ടാക്കാൻ പറ്റൂ. ഉത്തമനോട് ഞാൻ ഇഡ്ഡലി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് ഉത്തമൻ മനസ്സിലായോ? ഇവിടെ എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ദോശയല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്ന് ചിലരെ അറിയിക്കാൻ വേണ്ടിയാ. ദോശ തിന്നില്ല എന്ന് കെ മോഹനേഷോട് തീരുമാനമെടുത്താൽ പിന്നെ ദോശ തിന്നില്ല. എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. ദോശ തിന്നില്ല എന്ന് വെറുതെ വാശി പിടിക്കുന്നവർ ദോശ തിന്നുമോ എന്ന് നോക്കാനാണ് ഞാൻ ഉത്തമനോട് ദോശ തന്നെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞത്. പക്ഷേ ഉത്തമം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇഡലിയാണല്ലോ. കാരണം ഞാനാണ് ഈ വീട്ടിലെ ഗൃഹനാഥനെന്നും ഇവിടെ എന്റെ തീരുമാനങ്ങൾ മാത്രമേ നടക്കൂ എന്നും ഒരാണായ ഉത്തമൻ അറിയാം. ഉത്തമൻ വാങ്ങിക്കൊണ്ട് വന്നതേ ദോശയാണ്. കാരണം ദോശയല്ലാതെ വേറൊരു വസ്തുവായി ഈ പടി കടക്കരുതെന്ന് ഞാൻ ഉത്തമനോട് പറഞ്ഞിട്ടുണ്ട്. ഉത്തമന്റെ അളിയന്റെ കേസ് വാദിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്നെ പിടക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉത്തമനുണ്ട്. ഉത്തമന്റെ അമ്മാവന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റുള്ള അപേക്ഷ തന്നത് എന്നാ ഇന്നലെ. മോഹനകൃഷ്ണൻ കൈക്കൂലി വാങ്ങില്ല എങ്കിലും വെറുതെ എന്നെ പിണക്കാൻ നോക്കിയാൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഈ നൂറ്റാണ്ടിൽ കിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കാനുള്ള ബുദ്ധി ഉത്തമനുണ്ട്. അതുകൊണ്ട് ഉത്തമൻ ഇഡ്ഡലിയെ വാങ്ങൂ. വില്ലേജ് ഓഫീസിൽ മര്യാദയ്ക്ക് ഒരു അപേക്ഷ തന്നാൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് നിയമം. വില്ലേജ് ഓഫീസർ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് തോന്നുന്നു ഇല്ലേ? ഈ ദോശ വാങ്ങിയതിന്റെ പേരിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ ഉത്തമൻ എന്നോട് പറഞ്ഞാൽ മതി. നാട്ടിൽ നിയമം കോടതി ഒന്നും വെറുതെ അല്ലല്ലോ. സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങിച്ചു തരും. ഉത്തമന്റെ അളിയന്റെ കേസ് വാദിക്കാൻ ഈ രാജ്യത്ത് ആകെ ഒരു വക്കീൽ മാത്രമല്ലല്ലോ ഉള്ളത്. ഉത്തമ, ഈ വക്കീൽ വായിച്ചില്ലെങ്കിലും നല്ല ഒന്നാന്തരം വക്കീലല്ലേ ഞാൻ ഏർപ്പാടാക്കി തരാം. വെറുതെ വാശി പിടിക്കേണ്ട കാര്യമില്ല. അത് ദോശയാണ്. ഒരു മിനിറ്റ്. നിങ്ങൾ രണ്ടുപേരും വളരെ അറിവുള്ളവരും ബുദ്ധിശാലിയുമാണെന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്കാണെങ്കിൽ നിങ്ങളുടെ അത്ര വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. പക്ഷേ രണ്ടുപേരും ഒന്നിനു പിറകെ ഒന്നായി ഫോൺ ചെയ്ത് ഒരാൾക്ക് ദോശയും മറ്റേയാൾക്ക് ഇഡലിയും വേണമെന്നും അത് ഞാൻ തന്നെ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിനകത്തുള്ള അപകടം പിടികിട്ടി. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കുണ്ട്. സാറേ, ഇഡലി വാങ്ങിച്ചുകൊണ്ട് വന്ന അളിയന്റെ കേസ് ഒരു വഴിക്കാവും. ദോശ വാങ്ങിച്ചുകൊണ്ട് വന്നാലോ അമ്മാവന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം വടികുത്തി പിരിയൊന്ന് മനസ്സിലായപ്പോ എന്റെ മുമ്പിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കോളേജിലൊക്കെ പോയ ആൾക്കാരല്ലേ. ഇഡ്ഡലി ആയിരുന്നാലും ദോശ ആയിരുന്നാലും അത് ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. 1 കിലോ അരിപ്പൊടിയുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വക്കീലിന് ദോശയാണെന്ന് ഓർത്തും കുറച്ചെടുത്ത് സാറിന് ഇഡ്ഡലിയാണെന്ന് ഓർത്തും അങ്ങ് കഴിക്കാം. ഈ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ദോശയായിരുന്നാലും ഇഡ്ഡലി ആയിരുന്നാലും അരിപ്പൊടി തന്നെയാണല്ലോ സംഭവം. ഈ ദൈവത്തിലേക്ക് എത്താനുള്ള പല വഴികളുമാണ് പല മതങ്ങളും ഒന്ന് വിവരമുള്ളവർ പറയുന്ന പോലെ അരിപ്പൊടി വയറ്റിലെത്തിക്കാനുള്ള പല വഴികളാണ് ഈ ദോശയും ഇഡ്ഡലിയും ഒക്കെ. പിന്നെ ഒരു കുപ്പി വെള്ളം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേ. ഈ അരിപ്പൊടി മാത്രമായിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോ ഇത് അണ്ണാക്കി കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അപകടം തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം അങ്ങ് അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുത്താൽ സ്മൂത്ത് ആയിട്ട് ഇറങ്ങും. അപ്പൊ ഞാൻ പോന്നേ. ശരി സാറേ, മേലെ ഇത്തരം കാര്യങ്ങളിൽ എന്നെ വിളിച്ചിങ്ങനെ കളിയാക്കരുത്. അളിയന്റെ കേസ് തോറ്റാലും വേണ്ടൂല, അമ്മാവന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ടൂല. എനിക്ക് മനസമാധാനമായിട്ട് ജീവിക്കണം. വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചാണ് ഓടിക്കുന്നത്. അത് ഇമാതിരി പണി കാണിക്കുന്നതിന് വേണ്ടി ചെലവാക്കാനുള്ളതല്ല. ഞാൻ പോകുന്നു. ഇന്നിനി എന്നെ വിളിക്കരുത്.
ഇതെന്ത് ചെയ്യണം? പൊതുവെ പറഞ്ഞ പോലെ ഇത് നിന്ന് കുറച്ച് വെള്ളം കുടിക്കും. അപ്പൊ മോനോട്ട് എന്ത് കഴിക്കും? എന്റെ ആയിരുന്നു എനിക്കറിയാം. ആശ ഇതുവരെ തീർന്നില്ലേ? എങ്ങനെ തീരും? ഭർത്താവിനെ തരുമ്പ് പോലും ബഹുമാനമില്ലാത്ത ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിന് വാശി പിടിക്കേണ്ടി വരും. ഭർത്താവ് ഭാര്യയെ പറ്റി വേണ്ടതിനെ പറഞ്ഞിട്ടില്ലേ? നീ ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കാത്തത് കൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ഞാൻ മോഹനേട്ടനെ പറ്റി ആരോടെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് സഹിക്കോ? എന്നെ പറ്റി എന്ത് കുറ്റം പറയാൻ? ഒരു കുറ്റവും കുറവില്ലാത്തൊരു മേഞ്ഞ് പറയാനാണെങ്കിൽ പിന്നെ എനിക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനൊരു പാവമായതുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കുന്നു. ഞാൻ പുഷ്കരനോട് വെറുതെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അന്നേരത്തെ വാശിക്ക് പറഞ്ഞതാ. അത് പുഷ്കർ നിന്റെ അടുത്തൊന്നും പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഭാര്യയെ പറ്റി മറ്റൊരാളുടെ കുറ്റം പറഞ്ഞത് ശരിയാണോ? അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? എനിക്കൊന്നും വച്ചുണ്ടാക്കാൻ അറിയില്ലെന്നോ കുറച്ചു മുന്നേ അപ്പൊ പറഞ്ഞതോ? ദേഷ്യം വരുമ്പോ മനുഷ്യൻ അങ്ങനെ പലതും പറഞ്ഞിരിക്കും. അപ്പൊ ദേഷ്യം കൊണ്ട് മാത്രം? അയ്യോ സോറി സോറി സോറി, ദേഷ്യം കൊണ്ട് മാത്രം പറഞ്ഞതാ? പിന്നല്ലാതെ. അതായത് എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയാം. കുറച്ചൊക്കെ അറിയാം. എങ്കിൽ പിന്നെ ഞാനേ പിന്നെ നീ ഈ അരിപ്പൊടി കൊണ്ടുപോയി ദോശ ഉണ്ടാക്കാം. ശരി, എങ്കിൽ പിന്നെ ഞാൻ ഈ അരിപ്പൊടി കൊണ്ടുപോയി ദോശ ഉണ്ടാക്കാതെ ഇഡ്ഡലി ഉണ്ടാക്കാലോ. അയ്യടാ ഇല്ലാപ്പിച്ചിട്ടാ ചിരി കണ്ട. ഞാൻ ദൊട്ടലി ഉണ്ടാക്കിയിട്ട് ദൊട്ടലി. ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഈ വഴക്കിന്റെ. തനിക്ക് ഇഡലി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കിത്തരാതെ പരിഹസിച്ച ഭാര്യയ്ക്ക് പാചകമേ അറിയില്ല എന്ന് മോഹനകൃഷ്ണൻ പറഞ്ഞു പോയതാണ് കുഴപ്പമായത്. എന്തായാലും ഭാര്യയെപ്പറ്റി കുടുംബത്തിന് പുറത്തൊരാളോട് കുറ്റം പറയുന്നത് അത്ര കേവപ്പെട്ട സ്വഭാവമല്ല എന്ന് മാത്രം ഉപദേശിച്ച് ഇന്നത്തേക്ക് വിടാം. മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും ജീവിതത്തിലെ കൂടുതൽ നിസാരമായ കാര്യങ്ങളുമായി കാര്യം നിസാരം തുടരുന്നു.